ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. നമ്മളുടെ പ്രിപ്പറേഷനിൽ നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ റിവൈസ് ചെയ്യാനിരിക്കുമ്പം ഏത് റിവൈസ് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ. അതായത് എനിക്ക് ഒരു ചാപ്റ്ററും അറിയില്ല മിസ്സേ, അപ്പം ഞാൻ ആദ്യം മുതൽ തുടങ്ങണോ, അതോ ഞാൻ 11th ടോപ്പിക്സ് നോക്കണോ, 12th ടോപ്പിക്സ് നോക്കണോ എന്നുള്ളത്. സോ ഹൗ ഡു വി നോ വാട്ട് ചാപ്റ്റർ വി ഷുഡ് റിവൈസ് മോർ ഓർ വാട്ട് ചാപ്റ്റർ വി ഷുഡ് ഫോക്കസ് ഓൺ? നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അതായത് മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കാനിരിക്കുകയാണ്, സേ ബോട്ടണി, ബയോളജി പഠിക്കാനിരിക്കുകയാണ്, ബോട്ടണിയാണ് നിങ്ങൾ പഠിക്കാൻ വിചാരിക്കുന്നത്. ബോട്ടണിയിൽ നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് അറിയില്ല എന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ആ ചാപ്റ്ററിനെ ഒന്ന് ഓർക്കുക. ഓക്കെ, ഏതാണ് ആ ചാപ്റ്റർ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആ ചാപ്റ്റർ നമ്മൾ ബുക്ക് എടുക്കുന്നതിന് മുമ്പ്, അതായത് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലോ NCERT നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് റിവൈസ് ചെയ്യുന്നത്, അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക. ഈ ആക്ടിവിറ്റി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ണടച്ചിരുന്നിട്ട് ആ ചാപ്റ്ററിൻ്റെ പേര് ആലോചിക്കുക. നിങ്ങൾ NCERTയോ ഏത് മെറ്റീരിയലാണോ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ചത് അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ചാപ്റ്ററിൻ്റെ ഫുൾ ഓർഡർ, അതായത് സ്റ്റാർട്ടിങ് ഫ്രം വാട്ട് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്, അതായത് ഇപ്പം നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വരുന്നു. അവിടെ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വാട്ട് ഈസ് എ ഫ്ലവർ, ഫ്ലവറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ, ആൻഡ് അതിൻ്റെ യൂസസ്, പിന്നെ പാർട്സ് ഓഫ് എ ഫ്ലവർ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ അങ്ങനെ ആന്തറിൻ്റെ സ്ട്രക്ചർ, ടൈപ്സ് ഓഫ് ആന്തർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ പാർട്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുന്ന പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആയിട്ടുള്ള ഗാമറ്റോജെനിസിസ്. അങ്ങനെ ആ എൻറ്റയർ ചാപ്റ്റർ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഈ അമർചിത്രകഥ എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു സ്റ്റോറി പോലെ, ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് അതിൻ്റെ ഫ്ലോ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് 25% ചാപ്റ്റർ അറിയാം. ഇഫ് യു നോ ദ ഫ്ലോ ഓഫ് ദ ചാപ്റ്റർ, യു നോ 25% ഓഫ് ദ ചാപ്റ്റർ. പിന്നെ ബാക്കി ആണ് അപ്പോൾ നമ്മൾ പഠിച്ച് റിവൈസ് ചെയ്ത് വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയെങ്കിൽ സംഭവം നിങ്ങൾക്ക് സെറ്റാണ്. പക്ഷെ നിങ്ങൾ നല്ലപോലെ വായിച്ച് ഒന്നും കൂടി ഓരോ സബ് ടോപ്പിക്സും നോക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വൈ ഐ എം ടെല്ലിങ് യു, പ്ലീസ് ട്രൈ ദിസ് ചിൽഡ്രൻ. നിങ്ങളെല്ലാവരും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് അറിയാത്തത്, പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ആ ചാപ്റ്റർ ഓർത്ത് വെക്കുക. അതിനെ എനിക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് അതിലെ എല്ലാ ടോപ്പിക്സും ഇതിലെന്താണെന്നുള്ളത് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ. ഫുൾ ചാപ്റ്റർ അങ്ങനെ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു നോ 25% ഓഫ് ദ ചാപ്റ്റർ. അപ്പോൾ അത് എഴുതി വെക്കുക, 25% എനിക്കറിയാം. ഓക്കെ, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കിക്കേ. ഇനി ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, ആദ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ലെങ്കിൽ യു ഡോണ്ട് നോ ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ എന്ത് ചെയ്യണം, ആദ്യം മുതൽ ഒന്നും കൂടി നല്ലപോലെ എല്ലാം പഠിച്ച് നല്ലപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നല്ലപോലെ തറവാക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ മിക്സപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ഇത് ആലോചിച്ച് സമയവും കളയാണ്ടിരിക്കുക. ഞാൻ ഏത് റിവൈസ് ചെയ്യണം, ഏത് ചാപ്റ്ററാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്, 11th തുടങ്ങണം, 12th, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം വിച്ച് എവർ യു വാണ്ട്, ബട്ട് ദ വൺസ് യു നോ വെരി വെൽ, അത് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, ഓരോ സബ് ടോപ്പിക് എന്തൊക്കെയാണ്, എന്ത് ഇക്വേഷൻ ആണെന്നൊക്കെ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. കുഴപ്പമില്ല, നമുക്ക് പിന്നെ റിവൈസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ 25% ഒക്കെ അറിയുന്നത് ഒന്ന് നല്ലപോലെ നോക്കി പോകുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മുടെ GIB എക്സാം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ചാപ്റ്റേഴ്സ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കിക്കുക. എല്ലാവരും കണ്ണടച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ വൺ ആഫ്റ്റർ ദി അതർ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫുൾ ചാപ്റ്ററിനെ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ചാപ്റ്ററിലെ സബ് ടോപ്പിക്സ് എങ്കിലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു നോ സംതിങ് ഇൻ ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, ബാക്കി നമുക്ക് സെറ്റാക്കാം. ഐ ഹോപ്പ് ദി സ്മോൾ ടിപ്പ് വാസ് ഹെൽപ്ഫുൾ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ. ഓൾ ദ വെരി ബെസ്റ്റ്.